പ്രീതികാരൻ സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻട്രിയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. നമ്മൾ ഐക്യരാഷ്ട്രസഭയുടെ ഘടകങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പ്രധാനമായും നമ്മൾ പഠിച്ചത് രക്ഷാസമിതിയെക്കുറിച്ചും സെക്രട്ടേറിയറ്റിനെ കുറിച്ചും. ഇന്നേ ദിവസം മറ്റ് രണ്ട് ഘടകങ്ങളോട് പഠിക്കുമ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ ഘടകങ്ങൾ നമ്മൾ സമ്പൂർണ്ണമായി പഠിച്ചു കഴിയും അല്ലെ. ഐക്യരാഷ്ട്രസഭയ്ക്ക് 6 ഘടകങ്ങളുണ്ട്. അതിൽ നിലവിൽ പ്രവർത്തന നിരതമായ അല്ലെങ്കിൽ ആ പ്രവർത്തിക്കാത്ത ഘടകം പിൻവലിക്കപ്പെട്ട ഘടകമാണ് ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ എന്ന് ആൾറെഡി പറഞ്ഞു. പിന്നെ അടുത്ത നമ്മൾ പഠിച്ച എന്തായിരുന്നു? പൊതുസഭ, രക്ഷാസമിതി, സെക്രട്ടേറിയറ്റ്. ഇനി രണ്ട് ഘടകങ്ങൾ ഇവിടെ ഉണ്ട് അല്ലെ. നമുക്ക് നോക്കാം. സാമ്പത്തിക സാമൂഹിക സമിതി. ഐക്യരാഷ്ട്രസഭയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ഘടകമാണ് സാമ്പത്തിക സാമൂഹിക സമിതി. ഐക്യരാഷ്ട്രസഭയുടെ എല്ലാ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ ലോകരാജ്യങ്ങൾക്ക് വേണ്ടി ലോകത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് അവിടെ ഉദ്ദേശിക്കുക. ഐക്യരാഷ്ട്രസഭയുടെ രാഷ്ട്രീയേതര സംഘടനയാണ് സാമ്പത്തിക സാമൂഹിക സമിതി. സാമ്പത്തിക സാമൂഹിക സമിതിയുടെ ചുമതല എന്ന് പറയുന്നത് ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ഏജൻസികളുടെ ഏകോപനം. ഐക്യരാഷ്ട്രസഭയ്ക്ക് എത്ര പ്രത്യേക ഏജൻസികളുണ്ട്? 15 പ്രത്യേക ഏജൻസികളാണ്. ഈ 15 പ്രത്യേക ഏജൻസികളിൽ ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയോ അല്ലെങ്കിൽ പൊതുസഭയോ വിലക്കേർപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുള്ള രാജ്യങ്ങൾക്ക് അംഗമാകാൻ കഴിയുമോ? ഉറപ്പായും അംഗമാകാൻ കഴിയും. ഐക്യരാഷ്ട്രസഭയുടെ മറ്റ് ഘടകങ്ങളായ പൊതുസഭയോ രക്ഷാസമിതിയോ ഉപരോധമോ അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സങ്ങളോ രേഖപ്പെടുത്തിയിട്ടുള്ള രാജ്യങ്ങൾക്ക് പോലും ഈ ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ഏജൻസികളിൽ അംഗമാകാൻ കഴിയും. അതുകൊണ്ടാണ് ആ പ്രത്യേക ഏജൻസികളുടെ ഏകോപനം നിർവഹിക്കുന്ന സാമ്പത്തിക സാമൂഹിക സമിതിയെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഐക്യരാഷ്ട്രസഭയുടെ രാഷ്ട്രീയേതര സംഘടന എന്ന് വിളിക്കുക. അവിടെ രാഷ്ട്രീയം നോക്കുന്നില്ല. ജനങ്ങളുടെ ക്ഷേമം മാത്രമേ നോക്കുന്നുള്ളൂ. ജനങ്ങളുടെ ഉന്നമനം മാത്രമേ നോക്കുന്നുള്ളൂ. മനസ്സിലായോ? സാമ്പത്തിക സാമൂഹിക സമിതിയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ്. നമ്മൾ ആൾറെഡി പഠിച്ചതാണ് അല്ലെ. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഒഴികെ ബാക്കി എല്ലാ ഘടകങ്ങളുടെയും ആസ്ഥാനം ഇവിടെ തന്നെയാണ്, ന്യൂയോർക്ക് തന്നെയാണ്. മറക്കില്ലാലോ. അപ്പൊ സാമ്പത്തിക സാമൂഹിക സമിതി ഐക്യരാഷ്ട്രസഭയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ഘടകം. ഐക്യരാഷ്ട്രസഭയുടെ രാഷ്ട്രീയതര സംഘടന എന്നറിയപ്പെടുന്നു. ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ന്യൂയോർക്കാണ്. ചുമതല ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ഏജൻസികളുടെ ഏകോപനം. ആകെ 54 അംഗങ്ങൾ 3 വർഷ കാലാവധിയിലാണ് നിയമിക്കപ്പെടുക. അപ്പൊ 193 അംഗരാജ്യങ്ങളിൽ 54 രാജ്യങ്ങൾക്ക് മാത്രമേ എന്തിൽ അംഗമാകാൻ കഴിയൂ? സാമ്പത്തിക സാമൂഹിക സമിതിയിൽ. അത് കഴിഞ്ഞതിന് ശേഷം അതായത് സാമ്പത്തിക സാമൂഹിക സമിതിയുടെ കോർഡിനേഷൻ കമ്മിറ്റിയിൽ, അല്ല പ്രത്യേക ഏജൻസിയിൽ ആർക്ക് വേണമെങ്കിലും അംഗമാകും കേട്ടോ. അല്ല റെസ്ട്രിക്ഷൻ ഇല്ല. അപ്പോ ഈ 3 വർഷം കഴിയുമ്പോൾ അടുത്ത 54 രാജ്യങ്ങൾ വരും. മനസ്സിലായോ? 3 വർഷം കഴിയുമ്പോൾ അടുത്ത 54 രാജ്യങ്ങൾ വരും. അങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരേ സമയം എല്ലാ അംഗരാജ്യങ്ങൾക്കും അംഗമാകാൻ കഴിയുന്നത് ഏതിൽ മാത്രമാണ്? പൊതുസഭയിൽ മാത്രമാണ്. എല്ലാ രാജ്യങ്ങൾക്കും തുല്യ പങ്കാളിത്തമുള്ള, എല്ലാ രാജ്യങ്ങൾക്കും പ്രാതിനിധ്യമുള്ള ഏക ഘടകമായിരുന്നു പൊതുസഭ അല്ലെ. ഇവിടെ സാമ്പത്തിക സാമൂഹ്യ സമിതിയിൽ എത്ര രാജ്യങ്ങൾക്ക് ഒരു സമയം അംഗമാകാം? 54. 3 വർഷം കഴിഞ്ഞതിന് ശേഷം അടുത്ത. ഓക്കെ, ക്ലിയർ ആണ്. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? സാമ്പത്തിക സാമൂഹിക സമിതി ഐക്യരാഷ്ട്രസഭയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ഘടകം. ഐക്യരാഷ്ട്രസഭയുടെ രാഷ്ട്രീയേതര സംഘടന എന്നറിയപ്പെടുന്നത് സാമ്പത്തിക സാമൂഹിക സമിതി. എന്താ ചുമതല? ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ഏജൻസികൾ 15 എണ്ണമുണ്ട്. ആ 15 ഏജൻസികളുടെ ഏകോപനമാണ്. അംഗങ്ങളുടെ എണ്ണം 54, കാലാവധി 3 വർഷം. അടുത്ത് പറയുന്നു അന്താരാഷ്ട്ര നീതിന്യായ കോടതി. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി. ഇവിടെ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളാണ് പരിഹരിക്കപ്പെടുക. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ, അതിപ്പോ വാണിജ്യ തർക്കമായിക്കോട്ടെ, വ്യാപാര തർക്കമായിക്കോട്ടെ, അതിർത്തി തർക്കമായിക്കോട്ടെ, മറ്റെന്തെങ്കിലും തർക്കങ്ങളായിക്കോട്ടെ, അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള അന്താരാഷ്ട്ര സംവിധാനമാണ് ഐക്യരാഷ്ട്രസഭയുടെ ഘടകമായ അന്താരാഷ്ട്ര നീതിന്യായ കോടതി, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. ആസ്ഥാനം നെതർലൻഡിലെ ഹേഗാണ്. ലീഗ് ഓഫ് നാഷൻസ് നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. ലീഗ് ഓഫ് നാഷൻസിന്റെ ഉപഘടകമായി പ്രവർത്തനം ആരംഭിച്ചതാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി. പിൽക്കാലത്ത് ഐക്യരാഷ്ട്രസഭ രൂപീകരിച്ചപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ ഘടകമാക്കി ഇതിനെ മാറ്റുകയാണ്. ആസ്ഥാനം നെതർലൻഡിലെ ഹേഗാണ്. ന്യൂയോർക്കിന് പുറത്തുള്ള ഏക UN ഘടകം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര നീതിന്യായ കോടതി തന്നെ.
മറ്റെല്ലാ ഘടകങ്ങളും ന്യൂയോർക്കിലാണെങ്കിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? നെതർലൻഡിലെ ഹേഗാണ്. ഓക്കെ. ലോക കോടതി എന്നറിയപ്പെടുന്നത് അന്താരാഷ്ട്ര നീതിന്യായ കോടതി. ഏത് രാജ്യം ആസ്ഥാനമാക്കിയും കേസ് വിചാരണ ചെയ്യാൻ അധികാരം ആർക്കുണ്ട്? അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്കുണ്ട്. ഓക്കെ. ആസ്ഥാനം ന്യൂയോർക്ക് ആണെങ്കിൽ ഇപ്പൊ അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്ക് തോന്നുകയാണ് നമുക്ക് ഇന്ത്യയിൽ പോയി അവിടെ നമുക്ക് ആസ്ഥാനമാക്കാം. ആസ്ഥാനമൊക്കെ കുഴപ്പമില്ല. എന്തിനു വേണ്ടി? ഇന്ത്യയുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിന് വേണ്ടി. ആഫ്രിക്കയിൽ പോണോ? ആഫ്രിക്കയിൽ പോവാം. ഇനി തെക്കേ അമേരിക്കയിൽ പോണോ? പോവാം. ചൈനയിലേക്ക് പോണോ? പോവാം. അപ്പൊ ഏത് രാജ്യം ആസ്ഥാനമാക്കിയും കേസ് വിചാരണ ചെയ്യുവാൻ ആർക്ക് അധികാരമുണ്ട്? അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്ക് അധികാരമുണ്ട്. അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഐക്യരാഷ്ട്രസഭയുടെ ഘടകമായി രൂപീകരിക്കപ്പെട്ടത്. ഐക്യരാഷ്ട്രത്തിലെ ഘടകമായി രൂപീകരിക്കപ്പെട്ടത് 1945. അതിനുമുമ്പ് ലീഗ് ഓഫ് നേഷൻസിന്റെ ഉപഘടകമായിരുന്നു അല്ലെ? ഐക്യരാഷ്ട്രസഭയുടെ ഘടകമായി രൂപീകരിക്കപ്പെട്ടത് 1945-ലാണ്. പ്രവർത്തനം ആരംഭിച്ചത് 1946 ഏപ്രിൽ മാസവും. ഓക്കെ. പ്രവർത്തനം ആരംഭിച്ചത് 1946 ഏപ്രിൽ മാസം. ഒന്നുകൂടെ റിവിഷൻ ചെയ്താലോ? അന്താരാഷ്ട്ര നീതിന്യായ കോടതി. ആസ്ഥാനം നെതർലൻഡിലെ ഹേഗ്. ന്യൂയോർക്കിന് പുറത്തുള്ള ഐക്യരാഷ്ട്രസഭയുടെ ഒരേ ഒരു ഘടകം. വിശേഷണം ലോക കോടതി എന്നറിയപ്പെടുന്നു. ഏത് രാജ്യം ആസ്ഥാനമാക്കിയും എന്ത് ചെയ്യാം? കേസ് വിചാരണ ചെയ്യാൻ അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്ക് അധികാരമുണ്ട്. രൂപീകരിച്ചത് 1945 ഐക്യരാഷ്ട്രസഭയുടെ ഘടകമായി. പ്രവർത്തനം ആരംഭിച്ചത്, അതായത് ആദ്യ വിചാരണ നടപടികൾ നേരിടുന്നത് 1946 ഏപ്രിൽ മാസം. എന്താണ് ചുമതല? അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ജോലി, ചുമതല, കർത്തവ്യം എന്താണ്? അതാണ് ഇമ്പോർട്ടന്റ്. അംഗരാജ്യങ്ങളുടെയും പ്രത്യേക ഏജൻസികളുടെയും നിയമപ്രശ്നങ്ങൾക്ക് ഉപദേശം നൽകുക, കൂടാതെ തീർപ്പ് കൽപ്പിക്കുക. അംഗരാജ്യങ്ങളുടെയും പ്രത്യേക ഏജൻസികളുടെയും നിയമപ്രശ്നങ്ങൾക്ക് ഉപദേശം നൽകുകയും തീർപ്പ് കൽപ്പിക്കുകയും ചെയ്യുന്നത് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയാണ്. ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷകൾ ഏതൊക്കെയാണ്? 6 ഭാഷകളുണ്ട്. പക്ഷേ ഐക്യരാഷ്ട്രസഭ ദൈനംദിന കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ഏതൊക്കെ? ഇംഗ്ലീഷും ഫ്രഞ്ചും അല്ലേ? അതേ ദൈനംദിന കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഇംഗ്ലീഷും ഫ്രഞ്ചും തന്നെയാണ് ഇവിടെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഭാഷകൾ. ഇംഗ്ലീഷും ഫ്രഞ്ചും. ക്ലിയർ? ജഡ്ജിമാരുടെ എണ്ണം 15 ആയിരിക്കും. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ജഡ്ജിമാർ എത്രയാ? 15 പേർ. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ജഡ്ജിമാരുടെ കാലാവധി 9 വർഷമാണ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതി 15 ജഡ്ജിമാരുണ്ട്. ഏറ്റവും കുറഞ്ഞത് 9 ജഡ്ജിമാരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ യോഗങ്ങൾ കൂടാൻ കഴിയുകയുള്ളൂ. നമ്മൾ അതിനെയാണ് കോറം എന്ന് വിളിക്കുക. യോഗം അഥവാ യോഗ നടപടികൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും കുറഞ്ഞത് എത്ര അംഗങ്ങൾ ഉണ്ടായിരിക്കണം എന്നതാണ് കോറം എന്നറിയപ്പെടുക. ശരിയല്ലേ? അല്ലേ? യെസ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ കോറം എന്ന് പറയുന്നത് എത്രയാ? 9 അംഗങ്ങൾ. മറക്കില്ലല്ലോ. ആകെ ജഡ്ജിമാരുടെ എണ്ണം 15 ആണ്. അതിലൊരാളെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കും. കാലാവധി 9 വർഷമാണ്. കോറം 9 അംഗങ്ങൾ. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ചുമതല അംഗരാജ്യങ്ങളുടെയും പ്രത്യേക ഏജൻസികളുടെയും നിയമപ്രശ്നങ്ങൾക്ക് ഉപദേശം നൽകുക, കൂടാതെ തീർപ്പ് കൽപ്പിക്കുക. ഔദ്യോഗിക ഭാഷകൾ ഇംഗ്ലീഷ്, ഫ്രഞ്ച് എന്നിവ. ജഡ്ജിമാരുടെ എണ്ണം 15. കാലാവധി 9 വർഷം. കോറം 9 അംഗങ്ങളുമാണ്. കോടതിയുടെ പ്രസിഡന്റ്, അതായത് ചീഫ് ജസ്റ്റിസ്, കൂടാതെ വൈസ് പ്രസിഡന്റ് എന്നിവരുടെ കാലാവധി 3 വർഷമായിരിക്കും. ജഡ്ജി എന്ന രീതിയിൽ 9 വർഷം കാലാവധിയുണ്ട്. ഓക്കെ. അതില് ആകെ 15 ജഡ്ജിമാരിൽ ഒരാളെ എന്തായിട്ട് നിയമിക്കും? അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ പ്രസിഡന്റ് അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് ആയി നിയമിക്കും. കൂടാതെ മറ്റൊരാളെ വൈസ് പ്രസിഡന്റ്, ഡെപ്യൂട്ടി ചീഫ് ജസ്റ്റിസ് ആയി നിയമിക്കും. അങ്ങനെ പ്രസിഡന്റ് അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയുടെ കാലാവധി 3 വർഷം. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് ജഡ്ജിയായിട്ട് തുടരാം, കുഴപ്പമില്ല. ഓക്കെ. ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുന്നത് പൊതുസഭയും. പൊതുസഭ പ്രത്യേക ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുക്കണം. അതിന് അംഗീകാരം നൽകേണ്ടത് ഭരണഘടകമായ രക്ഷാസമിതിയും. ഓക്കെ. അപ്പൊ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുന്നത് പൊതുസഭയും അതിന് അംഗീകാരം നൽകേണ്ടത് രക്ഷാസമിതിയുമാണ്. സിമ്പിൾ അല്ലേ? കൃത്യമായിട്ട് പഠിക്കാൻ പറ്റില്ലേ? യെസ്. അപ്പോ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നിവരുടെ കാലാവധി 3 വർഷമായിരിക്കും. ജഡ്ജി എന്ന രീതിയിൽ ആകെ 9 വർഷം. ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുന്നത് പൊതുസഭയാണ്. അംഗീകാരം നൽകേണ്ടത് ആരാണ്? രക്ഷാസമിതിയുമാണ്. അടുത്ത് നമ്മൾ പറയുന്നു ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ, അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ നിയമിതരായ ഇന്ത്യൻ ജഡ്ജിമാർ ആകെ 4 പേരുണ്ട് കേട്ടോ ചരിത്രത്തില്.
അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ നിയമിതരായ ഇന്ത്യക്കാരായ ജഡ്ജിമാർ. ഒന്ന് ബി.എൻ. റാവു. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ജഡ്ജിയായ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ബി.എൻ. റാവു. ബി.എൻ. റാവുവിനെ നമുക്ക് പരിചിതമാണ് അല്ലെ? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ ഭരണസമിതിയുടെ നക്കൽ നക്കൽ അഥവാ പ്ലാൻ തയ്യാറാക്കിയത്, ഇന്ത്യൻ ഭരണഘടനയുടെ നക്കൽ തയ്യാറാക്കിയത് ആരായിരുന്നു? ബി.എൻ. റാവു ആയിരുന്നു. അതുകൊണ്ട് ബി.എൻ. റാവുവിനെ ഇന്ത്യൻ ഭരണഘടനയുടെ നിയമ ഉപദേശകൻ എന്ന് വിളിക്കുന്നു. നിയമ ഉപദേശകൻ എന്ന് വിളിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന് ആദ്യമായി നിർദ്ദേശിച്ചതും ബി.എൻ. റാവു തന്നെ അല്ലേ? യെസ്. ഇന്ത്യയുടെ അയൽരാജ്യമായ ബർമ്മ അഥവാ മ്യാൻമാറിന്റെ ഭരണഘടനാ ഉപദേശകനും നിയമോപദേശകനും ആര് തന്നെ? ബി.എൻ. റാവു തന്നെയാണ്. അപ്പൊ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ജഡ്ജിയായ ആദ്യ ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത് ബി.എൻ. റാവു ആണ്. രണ്ട്, നാഗേന്ദർ സിംഗ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത് ബി.എൻ. റാവു, അല്ലെങ്കിൽ ഒരേ ഒരു ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത് ആരാണ്? നാഗേന്ദ്ര സിംഗ് ആണ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ അംഗമായ ആദ്യ ഇന്ത്യക്കാരൻ ബി.എൻ. റാവു. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യക്കാരൻ നാഗേന്ദ്ര സിംഗ് ആണ്. അല്ലെങ്കിൽ ഒരേ ഒരു ഇന്ത്യക്കാരൻ ആരാണ്? നാഗേന്ദ്ര സിംഗ് ആണ്. പിന്നെ ആർ.എസ്. പഥക് സേവനം ചെയ്തിരുന്നു. ദൽവീർ ഭണ്ഡാരി ഇപ്പൊ നിലവിൽ സേവനം ചെയ്യുന്നു. ഓക്കെ, ദൽവീർ ഭണ്ഡാരി ഇപ്പൊ നിലവിൽ സേവനം ചെയ്യുന്നു. 2018 അദ്ദേഹം ജഡ്ജിയായി നിയമിക്കപ്പെടുന്നത്. 2027 വരെ കാലാവധിയുണ്ട്. ഓക്കെ, 9 വർഷക്കാലമാണല്ലോ, 2018 2027 വരെ. അപ്പോ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ജഡ്ജിമാരായി നിയമിക്കപ്പെട്ടത് 4 ഇന്ത്യക്കാരായിരുന്നു. ആരൊക്കെ? ബി.എൻ. റാവു, അദ്ദേഹം ആദ്യ ഇന്ത്യക്കാരനാണ്. നാഗേന്ദ്ര സിംഗ്, അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ പ്രസിഡന്റായ ഒരേ ഒരു ഇന്ത്യക്കാരൻ. പിന്നെ ആർ.എസ്. പഥക്, പിന്നെ ദൽവീർ ഭണ്ഡാരി ഇപ്പൊ നിലവിൽ സേവനം ചെയ്യുന്നു 2018 മുതൽ 27 വരെ. മറക്കില്ലല്ലോ, സിമ്പിൾ അല്ലേ? അപ്പൊ അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഇത്രയേ ഉള്ളൂ നമുക്ക് പഠിക്കാൻ. PSCക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്ത നമുക്ക് പഠിക്കേണ്ടത് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ലക്ഷ്യം എന്താണ്? യെസ്, അംഗരാജ്യങ്ങളുടെയും സ്പെഷ്യൽ ഏജൻസികളുടെയും ഉപദേശം നൽകുക, അതോടൊപ്പം അവരുടെ തർക്കം പരിഹരിക്കുക. എന്നാൽ ഏതെങ്കിലും രാജ്യങ്ങളില് മനുഷ്യാവകാശ ലംഘനമുണ്ടായാൽ, രാഷ്ട്രത്തിന്റെ ഭരണാധികാരികൾ തന്നെ മനുഷ്യാവകാശ ലംഘനത്തിൽ ഏർപ്പെട്ടാൽ അവരെ വിചാരണ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിക്കപ്പെട്ടതായിരുന്നു അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി, ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട്. ഇപ്പൊ നമ്മൾ പഠിച്ചെന്താണ്? ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, അന്താരാഷ്ട്ര നീതിന്യായ കോടതി. അന്താരാഷ്ട്ര നീതിന്യായ കോടതി, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് ഐക്യരാഷ്ട്രസഭയുടെ ഘടകമാണ്. ഈ ഘടകമായ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ്. അത് സ്പെഷ്യൽ ഏജൻസി അല്ല, ഏജൻസിയാണ് എന്താ? അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി എന്ന് പറയുക. അപ്പൊ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി നമുക്ക് പഠിക്കാം. അതിനു മുമ്പ് ഈ ഇപ്പൊ പഠിച്ച 2 ഘടകങ്ങളും ഒന്ന് പഠിച്ചുറപ്പിക്കാം. ഓക്കെ. സാമ്പത്തിക സാമൂഹിക സമിതി, ഐക്യരാഷ്ട്രസഭയുടെ എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്ന ഘടകം. ഐക്യരാഷ്ട്രസഭയുടെ രാഷ്ട്രീയതര സംഘടന എന്നറിയപ്പെടുന്നത് സാമ്പത്തിക സാമൂഹിക സമിതിയാണ്. ആസ്ഥാനം ന്യൂയോർക്കാണ്. ചുമതല ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ഏജൻസികളുടെ ഏകോപനം. ആകെ 54 അംഗങ്ങൾ. കാലാവധി എന്ന് പറയുന്നത് 3 വർഷം. അന്താരാഷ്ട്ര നീതിന്യായ കോടതി, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് നെതർലൻഡിലെ ഹേഗാണ്. ന്യൂയോർക്കിന് പുറത്തുള്ള ഐക്യരാഷ്ട്രസഭയുടെ ഒരേ ഒരു ഘടകം. വിശേഷണം ലോക കോടതി എന്നറിയപ്പെടുന്നു. ഏത് രാജ്യം ആസ്ഥാനമാക്കിയും കേസ് വിചാരണ ചെയ്യാം. രൂപീകരിച്ചത് 1945. ഐക്യരാഷ്ട്രസഭയുടെ ഘടകം എന്ന പേരിൽ പ്രവർത്തനം ആരംഭിച്ചത് 1946 ഏപ്രിൽ മാസം. ചുമതല അംഗരാജ്യങ്ങളുടെയും പ്രത്യേക ഏജൻസികളുടെയും നിയമപ്രശ്നങ്ങൾക്ക് ഉപദേശം നൽകുക, കൂടാതെ തീർപ്പ് കൽപ്പിക്കുക. ഔദ്യോഗിക ഭാഷകൾ 2 ഇംഗ്ലീഷും ഫ്രഞ്ചും. ഐക്യരാഷ്ട്രസഭയുടെ ദൈനംദിന കാര്യങ്ങൾ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷും ഫ്രഞ്ചും തന്നെയാണ് ഇവിടുത്തെ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ ഔദ്യോഗിക ഭാഷകൾ. ആകെ ജഡ്ജിമാരുടെ എണ്ണം 15. ആ ജഡ്ജിമാരുടെ കാലാവധി 9 വർഷം. ഏറ്റവും കുറഞ്ഞത് 9 അംഗങ്ങളെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് യോഗം ചേരാം. അതുകൊണ്ട് കോറം 9 അംഗങ്ങൾ നമ്മൾ പറയും. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നിവരുടെ കാലാവധി 3 വർഷമായിരിക്കും. ഈ 15 ജഡ്ജിമാരിൽ നിന്നാണ് ഒരാളെ പ്രസിഡന്റായിട്ട് മറ്റുള്ള വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുക്കുക. ജഡ്ജി എന്ന രീതിയിൽ 9 വർഷം, അതിൽ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആ പ്രസിഡന്റ് പദവി 3 വർഷം ഉപയോഗിക്കും. ഓക്കെ. ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുന്നത് പൊതുസഭയാണെങ്കിലും അതിന് അംഗീകാരം നൽകേണ്ടത് രക്ഷാസമിതി. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ നിയമിക്കപ്പെട്ട ഇന്ത്യൻ ജഡ്ജിമാർ 4 പേരുണ്ട്. ഒന്ന് ബി.എൻ. റാവു, ആദ്യ ഇന്ത്യക്കാരൻ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ നിയമോപദേശകനും
ഇന്ത്യൻ ഭരണഘടനയുടെ നക്കൽ തയ്യാറാക്കിയതും ആര് തന്നെയാണ്? BN റാവു തന്നെയാണ്. മ്യാൻമാറിന്റെ ഭരണഘടനാ നിയമോപദേശകനും ആര് തന്നെയായിരുന്നു? BN റാവു തന്നെ. നാഗേന്ദ്ര സിംഗ് പ്രസിഡന്റായ ആദ്യ ഇന്ത്യക്കാരൻ. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ പ്രസിഡന്റായ ആദ്യ ഇന്ത്യക്കാരനാണ് നാഗേന്ദ്ര സിംഗ്. പിന്നെ RS പഥക് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ ജഡ്ജിയായി സേവനം ചെയ്തു. ദൽവീർ ഭണ്ഡാരി നിലവിൽ സേവനം ചെയ്യുന്നുണ്ട്. 2018 മുതൽ 2027 വരെ അദ്ദേഹത്തിന് കാലാവധിയുണ്ട്. അടുത്ത നമ്മൾ പറയുന്നു അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി. ഇത് ഐക്യരാഷ്ട്രസഭയുടെ ഘടകമാണോ? അല്ല. പ്രത്യേക ഏജൻസിയാണോ? അല്ല. ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസി എന്ന് നമുക്ക് പറയാം. എന്തിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്? ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന് കീഴിൽ. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന് കീഴിൽ ICJക്ക് കീഴിൽ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസിയാണ് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ICC. ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ICC. മനുഷ്യാവകാശ ലംഘനം നടത്തുന്ന രാഷ്ട്രത്തലവന്മാരെ വിചാരണ ചെയ്യുന്നതിന് വേണ്ടി മനുഷ്യാവകാശ ലംഘനം നടത്തുന്ന രാഷ്ട്രത്തലവന്മാരെ എന്ന് പറഞ്ഞാൽ രാജ്യം ഭരിക്കുന്ന മന്ത്രിയാകട്ടെ, പ്രസിഡന്റ് ആകട്ടെ, പട്ടാള മേധാവി ആയിക്കോട്ടെ, രാജാവായിക്കോട്ടെ, ആരാണെങ്കിലും ഭരണ നിർവഹണം നടത്തുന്ന ഏതൊരു വ്യക്തിയെയും വിചാരണ ചെയ്യുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടത്. ആസ്ഥാനം നെതർലൻഡിലെ ഹേഗ് തന്നെ. കാരണം എന്താ? ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ ഉപവിഭാഗമായിട്ടല്ലേ, അതിന്റെ കീഴിലല്ലേ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ ആസ്ഥാനമായ ഹേഗ് തന്നെയാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെയും ആസ്ഥാനം. ക്ലിയർ? സ്ഥാപിതമായത് 1998 ജൂലൈ മാസം 17-ാം തീയതി എന്നാണ്. 1998 ജൂലൈ 17. നിലവിൽ വന്നത് 2002 ജൂലൈ 1. അതെന്താ അത്രയും ലേറ്റ് ആയി? കാരണം ഇതേക്കുറിച്ച് പൊതുസഭയിൽ ചർച്ച ചെയ്യേണ്ടി വന്നു. പിന്നെ രക്ഷാസമിതിയിൽ ചർച്ച ചെയ്യേണ്ടി വന്നു. പലപ്പോഴും പല രാജ്യങ്ങളും ഇതിനെ എതിർക്കും. കാരണം എന്താ? രാഷ്ട്രത്തലവന്മാരെന്ന് പറയുന്നത് ആ രാജ്യത്തെ പരമാധികാരിയല്ലേ. അവരെ വിചാരണ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സംവിധാനം എന്ന് പറയുമ്പോൾ പല രാജ്യങ്ങളും അംഗീകരിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ഇത്ര ദീർഘമായ ചർച്ചകൾക്കൊടുവിൽ 2002 ജൂലൈ 1 പ്രാബല്യത്തിൽ വരുന്നത്. മനസ്സിലായോ? ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇന്ത്യയുടെ രാഷ്ട്രത്തലവനെ വിചാരണ ചെയ്യുമെന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളോ ഇന്ത്യയിലെ ആ രാഷ്ട്രത്തലവന്റെ അനുയായികളോ അംഗീകരിക്കൂ? ഇല്ല. ഐക്യരാഷ്ട്രസഭ നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറയും. ശരിയല്ലേ? അങ്ങനെ പല രാജ്യങ്ങളിലും സംഭവിക്കും. അങ്ങനെ ചർച്ചകൾക്കൊടുവിൽ അവസാനം അത് പ്രാബല്യത്തിൽ വരികയാണ് 2002 ജൂലൈ 1. ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ലക്ഷ്യം എന്താണ്? എന്നതിൽ ചുമതല എന്താണ്? മനുഷ്യാവകാശ ലംഘനം നടത്തുന്ന രാഷ്ട്രത്തലവന്മാരെ വിചാരണ ചെയ്യുന്നതിന് വേണ്ടി. ആസ്ഥാനം നെതർലൻഡിലെ ഹേഗാണ്. സ്ഥാപിതമായത് 1998 ജൂലൈ 17. പ്രാബല്യത്തിൽ വന്നത്, നിലവിൽ വന്നത് ICC ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് നിലവിൽ വന്നത് 2002 ജൂലൈ 1-ാം തീയതി. അംഗരാജ്യങ്ങൾ 124. അപ്പൊ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ എത്ര അംഗങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ എത്രയെന്ന് പറയും? അംഗങ്ങൾ പ്രത്യേകിച്ച് പഠിച്ചില്ലല്ലോ എന്ന് നമ്മൾ പറയും അല്ലേ? അപ്പൊ പ്രിയ വിദ്യാർത്ഥികളെ, ഐക്യരാഷ്ട്രസഭയിലെ ആകെ അംഗങ്ങൾ 193 ആയതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ എത്ര രാജ്യങ്ങളുണ്ട്? 193 രാജ്യങ്ങളുണ്ട്. അതിൽ സംശയമൊന്നും വേണ്ട. എന്നാൽ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടില് ഈ 193 രാജ്യങ്ങളും അംഗങ്ങളല്ല. ചില രാജ്യങ്ങൾ ഇതിനെ അംഗീകരിക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ എത്ര രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ? 124. അംഗത്വം ഉപേക്ഷിച്ച ആദ്യ രാജ്യം ബാറുണ്ടി അഥവാ ബുറുണ്ടിയാണ്. ആഫ്രിക്കൻ രാജ്യമാണ് കേട്ടോ. ബുറുണ്ടി അഥവാ ബാറുണ്ടി. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ ജഡ്ജിമാരുടെ എണ്ണം 18. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ എത്ര ജഡ്ജിമാരാ? 15. ഇവിടെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ എത്ര പേരാ? 18 പേര്. കാലാവധി 9 വർഷം തന്നെ സെയിം. വിചാരണ ചെയ്യപ്പെട്ട ആദ്യ രാഷ്ട്രത്തലവൻ എന്ന് പറയുന്നത് യുഗോസ്ലേവിയൻ പ്രസിഡന്റായ സ്ലോബോദാൻ മിലോസെവിക് ആണ്. ആരാണ്? സ്ലോബോദാൻ മിലോസെവിക്. സ്ലോബോദാൻ മിലോസെവിക് യുഗോസ്ലേവിയൻ പ്രസിഡന്റ് ആണ്. അപ്പൊ ഓർമ്മിക്കുക, വളരെ പ്രാധാന്യമുണ്ട്. മനുഷ്യാവകാശ ലംഘനത്തിന് ഇടവരുത്തുന്ന രാഷ്ട്രത്തലവന്മാരെ വിചാരണ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് രൂപീകരിക്കുക, ICC. ഈ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിലെ അംഗസംഖ്യ കേവലം 124 മാത്രം. അംഗത്വം ഉപേക്ഷിച്ച ആദ്യ രാജ്യം എന്ന് പറയുന്നത് ആഫ്രിക്കൻ രാജ്യമായ ബാറുണ്ടി അഥവാ ബുറുണ്ടി. ജഡ്ജിമാരുടെ എണ്ണം എന്ന് പറയുന്നത് 18 ആണ്. കാലാവധി 9 വർഷം. വിചാരണ ചെയ്യപ്പെട്ട ആദ്യ രാഷ്ട്രത്തലവൻ എന്ന് പറയുന്നത് സ്ലോബോദാൻ മിലോസെവിക് ആണ്, യുഗോസ്ലേവിയൻ പ്രസിഡന്റ്. അപ്പൊ ഐക്യരാഷ്ട്രസഭയുടെ ഘടകങ്ങൾ ഈ ഒരു ക്ലാസ്സോടുകൂടി നമ്മൾ പൂർണ്ണമായും പഠിച്ചുറപ്പിച്ചു കഴിഞ്ഞു. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്ന് ഈ അവസാന ക്ലാസ്സിൽ
നമ്മൾ സാമ്പത്തിക സാമൂഹിക സമിതി പഠിച്ചു. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് എന്ന ഘടകവും പഠിച്ചു. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ കീഴിൽ സ്ഥിതി ചെയ്യുന്ന UN ഏജൻസിയായ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിനെ കുറിച്ചും പഠിച്ചു. പൂർണ്ണമായിട്ട് നമുക്കൊന്ന് റിവിഷൻ ചെയ്താലോ? യെസ്. ഐക്യരാഷ്ട്രസഭയുടെ ഘടകങ്ങൾ. സാമ്പത്തിക സാമൂഹിക സമിതി ഐക്യരാഷ്ട്രസഭയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ഘടകം. ഐക്യരാഷ്ട്രസഭയുടെ രാഷ്ട്രീയതര സംഘടന എന്നറിയപ്പെടുന്നു. ആസ്ഥാനം ന്യൂയോർക്കാണ്. ചുമതല ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ഏജൻസികൾ 15 ഉണ്ട്. ആ 15 എണ്ണത്തിന്റെ ഏകോപനം. അംഗങ്ങൾ 54. കാലാവധി 3 വർഷം. അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ICJ അന്താരാഷ്ട്ര നീതിന്യായ കോടതി. ആസ്ഥാനം നെതർലൻഡിലെ ഹേഗാണ്. ന്യൂയോർക്കിന് പുറത്തുള്ള ഏക ഐക്യരാഷ്ട്രസഭയുടെ ഘടകം. വിശേഷണം ലോക കോടതി എന്നറിയപ്പെടുന്നു. ഏത് രാജ്യം ആസ്ഥാനമാക്കിയും കേസ് വിചാരണ ചെയ്യാൻ ആർക്ക് അധികാരമുണ്ട്? അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്ക്. രൂപീകരിച്ചത് 1945. പ്രവർത്തനം ആരംഭിച്ചത് 1946 ഏപ്രിൽ മാസം. എന്താണ് കർത്തവ്യം? എന്താണ് ചുമതല? എന്താണ് ലക്ഷ്യം? അംഗരാഷ്ട്രങ്ങളുടെയും പ്രത്യേക ഏജൻസികളുടെയും നിയമപ്രശ്നങ്ങൾക്ക് ഉപദേശം നൽകുക, കൂടാതെ തീർപ്പ് കൽപ്പിക്കുക. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഔദ്യോഗിക ഭാഷകൾ ഇംഗ്ലീഷും ഫ്രഞ്ചുമാണ്. ആകെ ജഡ്ജിമാരുടെ എണ്ണം 15. ജഡ്ജിമാരുടെ കാലാവധി 9 വർഷം. ഏറ്റവും കുറഞ്ഞത് 9 അംഗങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ യോഗം ചേരാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് കോറം എത്രയാ? 9. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നിവരുടെ കാലാവധി 3 വർഷമായിരിക്കും. ജഡ്ജിമാരെ തെരഞ്ഞെടുക്കുന്നത് പൊതുസഭയാണ്. അതിന് അംഗീകാരം നൽകേണ്ടത് രക്ഷാസമിതി. ഈ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ പ്രസിഡന്റെയും വൈസ് പ്രസിഡന്റും തിരഞ്ഞെടുക്കുന്നത് ആ 15 അംഗങ്ങൾ തന്നെയാണ് കേട്ടോ. 15 ജഡ്ജിമാർ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ അത് പ്രത്യേകിച്ച് പറയാം. എന്നാൽ ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുന്ന ആരാണ്? പൊതുസഭയും. അതിന് അംഗീകാരം നൽകേണ്ടത് ഐക്യരാഷ്ട്രസഭയുടെ എക്സിക്യൂട്ടീവായ കാര്യനിർവഹണ സമിതിയായ രക്ഷാസമിതിയുമാണ്. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ നിയമിതരായ ഇന്ത്യൻ ജഡ്ജിമാർ 4 പേരുണ്ട്. അതും അവരുടെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം. BN റാവു അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ജഡ്ജിയായി നിയമിക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ. നാഗേന്ദ്ര സിംഗ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ. RS പഥക് ജഡ്ജിയായിരുന്നു. ദിൽവീർ സിംഗ് ഭണ്ഡാരി നിലവിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ജഡ്ജിയാണ്. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് മനുഷ്യാവകാശ ലംഘനം നടത്തുന്ന രാഷ്ട്രത്തലവന്മാരെ വിചാരണ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിച്ചു. ആസ്ഥാനം നെതർലൻഡിലെ ഹേഗാണ്. കാരണം അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ കീഴിലല്ലേ പ്രവർത്തിക്കുക. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം ഹേഗ് തന്നെയാണ്. അന്താരാഷ്ട്ര ക്രിമിനൽ കോർട്ടിന്റെ ആസ്ഥാനം സ്ഥാപിതമായത് 1998 ജൂലൈ 17-നാണെങ്കിലും പല രാജ്യങ്ങളും ഇതിൽ ചേരാൻ നിർബന്ധിതരായില്ല, അല്ലെങ്കിൽ സഹകരിച്ചില്ല. അതുകൊണ്ട് പ്രാബല്യത്തിൽ വരാൻ കുറച്ച് ലേറ്റായി. 2002 ജൂലൈ 1-നാണ് പ്രാബല്യത്തിൽ വരിക. ഓക്കെ. അപ്പോൾ ഈ പുതിയ തീരുമാനം എടുക്കണമെങ്കിൽ പൊതുസഭയിൽ 3/2 ഭൂരിപക്ഷം വേണം അല്ലേ? 3/2 ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചേ. 193 അംഗരാജ്യങ്ങളിൽ 3/2 ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ എത്ര അംഗങ്ങൾ വേണം അവിടെ? എത്ര അംഗങ്ങൾ വേണം? യെസ്, 125ഓളം അംഗങ്ങളുടെ പിന്തുണ ഉണ്ടെങ്കിൽ രൂപീകരിക്കാൻ പറ്റത്തുള്ളൂ. നിലവിൽ വന്നത് 2002 ജൂലൈ 1-നാണ്. അംഗരാഷ്ട്രങ്ങൾ നിലവിൽ 124. പല രാജ്യങ്ങളും പിന്നീട് അംഗത്വം ഉപേക്ഷിച്ചവരാണ് കേട്ടോ. അംഗത്വം ഉപേക്ഷിച്ച ആദ്യ രാജ്യം എന്ന് പറയുന്നത് ആഫ്രിക്കൻ രാജ്യമായ ബാറുണ്ടി അഥവാ ബുറുണ്ടി. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ ജഡ്ജിമാരുടെ എണ്ണം 18ആണ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ 15 ജഡ്ജിമാരേ ഉള്ളൂ. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ എത്ര പേര്? 18 പേര്. ജഡ്ജിമാരുടെ കാലാവധി 9 വർഷം. വിചാരണ ചെയ്യപ്പെട്ട ആദ്യ രാഷ്ട്രത്തലവൻ എന്ന് പറയുന്നത് സ്ലോബോദാൻ മിലോസെവിക് ആണ്, യുഗോസ്ലവിയൻ പ്രസിഡന്റ്. ക്ലിയർ അല്ലേ? ഇതോടുകൂടി ഐക്യരാഷ്ട്രസഭയുടെ ഘടകങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചുറപ്പിച്ചു. ഇനി ഐക്യരാഷ്ട്രസഭയുടെ സാമ്പത്തിക സാമൂഹിക സമിതിക്ക് കീഴിലുള്ള 15 പ്രത്യേക ഏജൻസികളെ കുറിച്ച് പഠിക്കണം. 15 പ്രത്യേക ഏജൻസികളാണ് ഉള്ളത്. നമ്മള് ഐക്യരാഷ്ട്രസഭ UN എന്ന് ആരംഭിച്ച് ചില പേരുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവയെല്ലാം ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ഏജൻസികളല്ല. ഐക്യരാഷ്ട്രസഭയ്ക്ക് 15 പ്രത്യേക ഏജൻസികളുണ്ട്. കൂടാതെ മറ്റു ചില സ്വതന്ത്ര ഏജൻസികളുമുണ്ട്. ഐക്യരാഷ്ട്രസഭയ്ക്ക് 15 പ്രത്യേക ഏജൻസികളുണ്ട്. കൂടാതെ മറ്റു ചില സ്വതന്ത്ര ഏജൻസികളുമുണ്ട്. അതെല്ലാം നമ്മൾ അടുത്ത ക്ലാസ്സുകളിലൂടെ പഠിച്ചുറപ്പിക്കും. 15 പ്രത്യേക ഏജൻസികൾ പഠിക്കും. ഓരോ പ്രത്യേക ഏജൻസി പഠിക്കുമ്പോഴും അതുമായി ബന്ധമുള്ള സ്വതന്ത്ര ഏജൻസികൾ ഉണ്ടെങ്കിൽ
അവ കൂടെ പഠിച്ചായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുക. ഓക്കെ? മറക്കല്ലേ. അപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ 15 പ്രത്യേക ഏജൻസികൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സാമ്യമുള്ള മറ്റ് സ്വതന്ത്ര ഏജൻസികൾ ഉണ്ടെങ്കിൽ അവ കൂടെ നമ്മൾ പഠിച്ചുറപ്പിച്ച് മുന്നോട്ട് പോകും. ഈ പ്രത്യേക ഏജൻസികൾ പഠിച്ചു തീർന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ മറ്റ് അന്താരാഷ്ട്ര സംഘടനകളിലേക്ക് പോകുക. ഓക്കെ? അപ്പോൾ നമ്മൾ സമ്പൂർണ്ണമായി പഠിക്കുന്നു, കൃത്യമായി പഠിക്കുന്നു. ഒരു മാർക്ക് പോലും നമുക്ക് പോകാൻ പാടില്ല. ഓക്കെ. അപ്പോൾ കൃത്യമായി പഠിച്ചാലോ? ഇത്രയും നിങ്ങൾ കൃത്യമായി പഠിച്ച് റിവിഷൻ ചെയ്ത് വരിക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വളരെ കൃത്യമായിട്ട് തന്നെ, വളരെ വ്യക്തമായിട്ട് തന്നെ പഠിച്ചെടുക്കാം. ഓക്കെ അല്ലേ? ബൈ. അടുത്ത ക്ലാസ്സിൽ